നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് സമാധാനം അടുത്തിടെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാൻ്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതിന് ശേഷം അവരുടെ എഞ്ചിൻ റൂം തല്ലിപ്പൊട്ടുകയും വെടിവെച്ച് തകർക്കുകയും ഉള്ളിൽ കയറുകയും ഒക്കെ ചെയ്ത കപ്പൽ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ അതുവഴി പോയ ഒരു ചരക്ക് കപ്പൽ, അതായത് ഹോർമൂസ് വഴി മുറിച്ചു കടക്കുന്ന ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. കാര്യമായ ആളപായങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ആക്രമണത്തിൻ്റെ പോർമുഖം ഇറാനും തുറന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അമേരിക്ക വെടിനിർത്തൽ കുറച്ച് നാളത്തേക്കും കൂടി നീട്ടുവാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും അത് നീട്ടിക്കൊണ്ടു പോവുകയുമാണ്. ഇറാന് കുറച്ച് സമയവും കൂടി കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇടതടവില്ലാതെ നടക്കുകയുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തായാലും സമാധാനം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നതേയില്ല. ഇപ്പോൾ നടത്തിയ ആക്രമണമെന്ന് പറയുന്നത് ഒമാൻ തീരത്ത് നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ഇറാൻ്റെ അർദ്ധ സൈനിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു ആക്രമണം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരം നടക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഹോർമൂസ് അടച്ചിടുന്ന ഒരു സമീപനം ഇറാൻ ഇനിയും തുടരും. അമേരിക്ക അവിടെ ഉപരോധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും 15ഓളം കപ്പലുകൾ ഇന്ന് അതുവഴി ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹോർമൂസ് ക്രോസ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള കപ്പലുകൾ, ഇന്ത്യയുടെ ഏകദേശം 10ഓളം കപ്പൽ അതുവഴി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നയതന്ത്ര നീക്കത്തിലൂടെ ഭാരതത്തിന് ഇത് സാധിക്കുന്നുണ്ട്. ഇത്തരം വലിയ സങ്കീർണതകൾ ഹോർമൂസിൽ ചുറ്റിത്തിരിയുമ്പോഴും ഭാരതത്തിൻ്റേതായ ഒരു നയതന്ത്ര സമീപനത്തിലൂടെ ഈ കാര്യം ലക്ഷ്യം കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാന് പോലും ഈ ഹോർമൂസിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. പാകിസ്ഥാൻ്റെ കപ്പലുകൾക്ക് പോലും ഇതുവഴി യാത്ര നടത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതിനിടെ പാകിസ്ഥാൻ്റെ 2ാം വട്ട ചർച്ചയും അലസി പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ചർച്ചയ്ക്ക് ഇറാൻ പോലും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ചർച്ചയെ നടക്കാതെ അമേരിക്കയുടെ പ്രതിനിധിയൊക്കെ തിരിച്ചു വരേണ്ടി വന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ ചർച്ചയിൽ തന്നെ സെറീന ഹോട്ടലിൽ വച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമാധാന ചർച്ച നടന്നത്. പക്ഷേ ആ സമാധാന ചർച്ച വിജയിക്കാതെ വരികയും, പക്ഷേ ഈ സെറീന ഹോട്ടലിലെ ബില്ലടയ്ക്കണമല്ലോ, അതിന് പാകിസ്ഥാൻ ഇല്ലാതെ വരുന്ന ഒരു കാഴ്ചയായിരുന്നു. ആകെ നാണം കെട്ട് പാകിസ്ഥാന് ബില്ലടയ്ക്കാൻ പോലും കാശില്ലാതെ തിരിച്ച് മടങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഈ ഒരു സമാധാന ചർച്ച നേടിയെടുക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത്. എങ്കിലും അതൊന്നും നടപ്പിൽ വരുത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മേഖലയിലുള്ളത്. വീണ്ടും യുദ്ധം അതിൻ്റെ പാരമ്യതയിലേക്ക്, വീണ്ടും അതിൻ്റെ സങ്കീർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇറാനിൽ ഇനി അവശേഷിക്കുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഒരു രീതിയിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല. നിരന്തരം ഞങ്ങൾ അമേരിക്കയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്ക തങ്ങളുടെ സൈനിക താവളങ്ങൾ, ഈ മധ്യേഷ്യയിൽ നിന്നൊക്കെയുള്ള സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ പല കാര്യവും ഇതിൻ്റെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉൾക്കൊള്ളുവാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. 2015 പോളിസി അനുസരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ പോലും നടത്തുവാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. 3.6% എൻറിച്ച്മെൻറ്റ് ക്യാപ്പ്, യുറേനിയം ക്യാപ്പ്, ഇതൊരു സിവിലിയൻ ലെവലാണ്. അതോടൊപ്പം തന്നെ 300 കിലോഗ്രാം യുറേനിയം മാത്രമേ ഞങ്ങൾ കൈവശം വയ്ക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങൾ, ദൈനംദിനമായിട്ടുള്ള പരീക്ഷണങ്ങളുമൊക്കെ അനുവദിക്കണം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധങ്ങളൊക്കെയും അമേരിക്ക അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വച്ചതെങ്കിലും ഇത് അംഗീകരിക്കുവാനായിട്ട് അമേരിക്ക തയ്യാറായിട്ടില്ല. അമേരിക്ക പറയുന്നത് പൂർണ്ണമായും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണം. അത് ഒരു രീതിയിലും ഇനി അത് ഇറാനിൽ വച്ചുകൊണ്ടിരിക്കുവാൻ പറ്റില്ല.
യുറേനിയം പൂർണ്ണമായും ഇറാനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ IAEAയുടെ വളരെ കൃത്യമായ രീതിയിലുള്ള എൻക്വയറി നിരന്തരം ഇറാനിൽ നടക്കണം. IAEAയുടെ എൻക്വയറിക്ക് ഇറാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക വളരെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 2015 നിബന്ധന പ്രകാരമുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് ട്രംപിന് ഒട്ടും തന്നെ യോജിപ്പില്ലായിരുന്നു. അതേ തുടർന്നാണ് 2018 ഈ JCPOയിൽ നിന്ന് ട്രംപ് ഇറങ്ങിപ്പോയതും പിന്നീട് പുതിയ കരാറുമായിട്ട് എത്തണം, പുതിയ കരാറാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇറാനെ ധരിപ്പിക്കുന്നതും ഇറാൻ വിസമ്മതിക്കുന്നതുമൊക്കെ. ഇപ്പോൾ ആ വിഷയത്തിലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിനുശേഷം നടന്ന യുദ്ധവും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അതായത് 60% യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയിട്ടുണ്ട്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇത് സിവിലിയൻ ലെവലിൽ നിന്ന് വളരെയധികം മുകളിലാണ്. 90% യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇറാൻ ഒരു ആണവ ബോംബ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അത് വാർഹെഡ്സിൽ നിറച്ച് ഇസ്രായേലിന് നേരെ ഇറാന് ആക്രമിക്കുവാനും കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ, അത്തരമൊരു വെല്ലുവിളിയുടെ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പറഞ്ഞത് ഒരു കാരണവശാലും ഇറാൻ്റെ ഒരു എഗ്രിമെൻറ്റും നടത്തി കൊടുക്കുവാൻ സാധിക്കില്ല, ഇറാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളുവാൻ കഴിയില്ല, ഇറാൻ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ഇറാനെ മുച്ചൂട് മുടിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ വരുന്ന ഒരു ഭീകരവാദ രാജ്യത്തെ തങ്ങൾ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇറാന് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. 24 മണിക്കൂറിൽ, കഴിഞ്ഞ 24 മണിക്കൂറിൽ വളരെയധികം ഗതാഗത കുറവായിരുന്നു ഈ മേഖലയിൽ, അതായത് ഈ ഹോർമൂസിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെ തുടരണം എന്നൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. പക്ഷേ ലോകരാജ്യങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. കാരണം 20% ഊർജോത്പാദനത്തിൻ്റെ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിൻ്റെ 20%-ഓളം സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന ഈ മേഖല അടച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ലോകത്തിൽ സൃഷ്ടിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയും ചൈനയും ഒക്കെ ആശ്രയിക്കുന്നത് ഈ മേഖലയാണ്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇതിനൊരു ഒത്തുതീർപ്പ് വളരെയധികം അനിവാര്യമാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇറാനുമൊക്കെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഒരിടത്താണ് നിൽക്കുന്നതെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 ഇടത്തിലേക്കാണ് ഇത് മാറിപ്പോകുന്നു, വഴിമാറിപ്പോകുന്നു ഈ സമാധാന ചർച്ചകളെല്ലാം തന്നെ. അതൊന്നും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഇറാൻ്റെ ഈ IRGCയുടെ നിലപാടുകൾ, IRGCയെ വളരെ കാർക്കശ്യമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഒരു കാരണവശാലും അമേരിക്ക നൽകുന്ന ഈ സമാധാന കരാറിൽ എത്തുവാനായിട്ട് സാധിക്കില്ല. തങ്ങൾക്ക് ഇനി എത്ര സമയമെടുത്താലും വേണ്ടില്ല, അമേരിക്കയ്ക്കെതിരെ നിരന്തരമായ യുദ്ധം ചെയ്യുമെന്നാണ് IRGC പറയുന്നത്. IRGCക്ക് ഇതിൻ്റെ ശക്തമായ പിന്തുണ ചൈനയുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, റഷ്യയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എത്ര നാൾ ഇതൊക്കെ നീട്ടിക്കൊണ്ടു പോകുവാൻ പറ്റും? ഇപ്പോൾ തന്നെ ഇറാനിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇറാൻ്റെ എണ്ണക്കിണറുകൾ നശിച്ചു, അതോടൊപ്പം തന്നെ സ്റ്റീൽ ഫാക്ടറികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അടക്കം, ഇറാൻ്റെ ഖരാജ് പാലം അടക്കമുള്ള എല്ലാ സാങ്കേതിക വിദ്യകൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ ഈ പാലങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇനിയും ഇറാൻ്റെ പാലങ്ങൾ ആക്രമിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും അത് അധിക നാൾ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് വീണ്ടും വലിയ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറും. ഇറാൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പരിതാപകരമായി തീരും. ഇനി ഐസിസ് കൂടി ഈ മേഖലയിൽ പിടിമുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈനംദിന ജീവിതം തന്നെ ദുസാധ്യമായ, അസാധ്യമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തേണ്ടതാണ്. അതല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.